ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചിട്ട് മനസമാധാനമായിട്ട് ജീവിക്കുന്നവർക്ക് പെട്ടെന്ന് ഐഫോൺ വാങ്ങണമെന്ന് തോന്നുന്ന പോലെയാണ് സിംഗിളായി സമാധാനമായിട്ട് ജീവിക്കുന്നവർക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നത്. പക്ഷേ ഇത് രണ്ടും കയ്യിൽ കിട്ടി കുറച്ച് നാൾ കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഒന്നിൽ പാതി കരണ്ട ആപ്പിളും മറ്റൊന്നിൽ പാതി കരണ്ട ജീവിതവും മാത്രമേ ബാക്കിയുള്ളൂ എന്ന്. പക്ഷെ ഈ കല്യാണത്തെ ഇത്രയും വലിയ സംഭവമാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ചില അമ്മാവന്മാരും അമ്മായിമാരുമാണ്. കാരണം ചെറുപ്പക്കാരായ ആരെ കണ്ടാലും ഇവർക്ക് ഒരൊറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ, കല്യാണം ആയില്ലേ, കല്യാണം ആയില്ലേ, കല്യാണമൊന്നും ആയില്ലേ മോനെ. എന്തിന് ISROയിൽ റോക്കറ്റ് വിക്ഷേപണം നടത്തി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ സയന്റിസ്റ്റിനെ കാണിച്ചു കൊടുത്താലും ഇവരാദ്യം ചോദിക്കും കല്യാണം ഒന്നും ആയില്ലല്ലേ എന്നായിരിക്കും. ഇപ്പൊ വയസ്സ് എത്രയായി? അടുത്തെങ്ങാനും ഒരു ഇല ഊണ് കിട്ടാൻ അത് എന്താ ആയ കാലത്ത് കല്യാണം കഴിക്കണം. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചോദിക്കുന്നതെന്ന്. എന്നാ അല്ല, നമ്മളൊക്കെ കല്യാണം കഴിക്കാതെ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ട് സഹിക്കാൻ പറ്റാത്തോണ്ടാണ് ഇവരിങ്ങനെ ചോദിക്കുന്നത്. എന്തിന്? ഇനിയിപ്പോ ഒന്ന് കഷ്ടപ്പെട്ട് പെണ്ണൊക്കെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചു എന്നിരിക്കട്ടെ, അപ്പൊ ഇവര് ചോദിക്കും ഓ പെണ്ണ് കിട്ടിയല്ലേ. ശ്രദ്ധിക്കണം, കിട്ടീന്നല്ല കിട്ടീന്ന്. ഈ കിട്ടാൻ പാടില്ലാത്ത എന്തോ കിട്ടിയെന്നുള്ള ഒരു ചോദ്യം ഇവർക്ക്. സത്യം പറഞ്ഞ നാട്ടിൽ ഇപ്പൊ പെണ്ണന്വേഷിച്ച് നടക്കുന്ന പയ്യന്മാരുടെ അവസ്ഥ എന്താണെന്നറിയോ? നാട് മുഴുവൻ കല്ലുണ്ട് പക്ഷെ നായ വരുമ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. 100% ഞാൻ യോജിക്കുന്നു. അതായത് നമ്മള് പെണ്ണന്വേഷിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 5 തോറ്റ പെണ്ണിനും IAS കാരനെ മതി. എന്നാൽ ഒളിച്ചോടാനാണെങ്കിൽ ഏത് ബംഗാളി ആയാലും കുഴപ്പമൊന്നുമില്ല.